നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ കരുവന്നൂർ തട്ടിപ്പ് വിഷയം LDFന് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. കനത്ത പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലെ ഒന്ന് ഇതാണെന്ന ആരോപണവുമായി CPIയും രംഗത്തെത്തിയിരിക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കടുത്ത നടപടിയുമായി ED രംഗത്തെത്തിയതോടെ രാഷ്ട്രീയ വിവാദവും കൊഴുക്കുകയാണ്. സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ സ്വത്ത് മരവിപ്പിക്കുകയും കണ്ടുകെട്ടുകയും ചെയ്യുന്ന നടപടിയിലേക്ക് ED കടക്കുന്നത്. CPM തൃശൂർ ജില്ലാ ഘടകത്തിൻ്റെ അടക്കമുള്ള 8 അക്കൗണ്ടുകളിലായുള്ള 60 ലക്ഷം രൂപ കണ്ടുകെട്ടുന്നതുമായുള്ള നടപടിയാണ് ED ഊർജിതമാക്കിയത്. 300 കോടി രൂപയുടെ ബിനാമി വായ്പാ തട്ടിപ്പാണ് ബാങ്കുമായി ബന്ധപ്പെട്ട് ED കണ്ടെത്തിയത്. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരുടെ കോടികൾ അപഹരിച്ചവരുടെ ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. 3ാം ഘട്ട നടപടി എന്ന നിലയിലാണ് CPMന്റെ സ്വത്തുവകകളിലും നിക്ഷേപങ്ങളിലും ED കൈവയ്ക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റിയുടെ 2 അക്കൗണ്ടുകളും ഏരിയ കമ്മിറ്റിയുടെ 1 അക്കൗണ്ടും മരവിപ്പിച്ച് 60 ലക്ഷം രൂപ കണ്ടുകെട്ടാനുള്ള നീക്കമാണ് ED സജീവമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ തൊട്ടു പിന്നാലെയാണ് ED നടപടിക്രമങ്ങൾ ഊർജിതമാക്കിയത്. CPM പറത്തിശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിൽ വാങ്ങിയ 13 ലക്ഷം രൂപയുടെ സ്ഥലവും വസ്തുവകകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പിൽ കരുവന്നൂർ തട്ടിപ്പ് വിഷയം LDFന് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. കനത്ത പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണെന്ന ആരോപണവുമായി CPIയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന CPM തൃശൂർ ജില്ലാ നേതൃത്വങ്ങൾ ഈ വിഷയങ്ങളിലേക്കൊന്നും കടന്നതുമില്ല. സംസ്ഥാനത്ത് BJP ജയിച്ച ഏക മണ്ഡലമായിരുന്നിട്ട് പോലും തൃശൂരിലെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യവും പരാജയ ഘടകങ്ങളും ഒന്നും ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും സജീവ ചർച്ചയായതുമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കരുവന്നൂർ വിഷയം ഏറ്റെടുത്ത് സമരം നയിച്ച് രംഗത്ത് സജീവമായിരുന്നു. എന്നാൽ കരുവന്നൂർ കേസ് മുൻനിർത്തി CPMും BJPയും തെരഞ്ഞെടുപ്പ് കരാർ ഉണ്ടാക്കിയെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. BJP ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി LDF കൺവീനർ ജയരാജൻ ചർച്ച നടത്തിയതും പ്രതിപക്ഷം ഈ ആരോപണത്തിന് മൂർച്ച കൂട്ടാനുള്ള ആയുധമാക്കി. എന്നാൽ കേസിൽ ഒരു പടി കൂടി കടന്ന് CPMന്റെ സ്വത്തുവകകളും ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന നടപടിയിലേക്ക് ED അന്വേഷണം കടുപ്പിച്ചതോടെ പാർട്ടി നേതൃത്വം പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ പ്രധാന ഘടകകക്ഷിയായ CPIയുടെ പിന്തുണ പോലും നിലവിലെ സാഹചര്യത്തിൽ CPMന് ലഭിക്കാൻ സാധ്യതയില്ല. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് ഇനിയും മോചിതരായിട്ടില്ലാത്ത CPI ഇക്കാര്യത്തിൽ CPMലെ ഒരു വിഭാഗം നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. ഇതടക്കമുള്ള ആരോപണങ്ങൾ നിരത്തി CPI തൃശൂർ ജില്ലാ സെക്രട്ടറി നൽകിയ കത്ത് ചർച്ച ചെയ്യാൻ പോലും CPM നേതൃയോഗങ്ങൾ തയ്യാറായിരുന്നില്ല. ഡൽഹിയിൽ CPM കേന്ദ്ര കമ്മിറ്റി യോഗം പുരോഗമിക്കുന്നതിനിടെയാണ് സംസ്ഥാനത്ത് പാർട്ടിക്കെതിരായ EDയുടെ നടപടിയും പുരോഗമിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റിയിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തോൽവിയും പ്രധാന ചർച്ചാ വിഷയമാണ്. സംസ്ഥാന ഘടകം നിരത്തിയ പരാജയ കാരണങ്ങൾ കേന്ദ്ര കമ്മിറ്റി തള്ളിക്കളഞ്ഞിരുന്നതാണ്.